എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹോണ്ട യൂണിക്കോൺ OBD2B 2025 മോഡലാണ്. ഇത് എൻ്റെ സ്വന്തം വണ്ടിയാണ്. ഇത് എടുത്തിട്ട് ഒരാഴ്ചയായി. ഇത് 200 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. ഇത് OBD2B 2025 മോഡലാണ്. ഇതിന് തൊട്ട് മുന്നേ വരുന്നത് OBD2 2023 മോഡലാണ്. ഇതിൻ്റെ സ്പെക്ക് 14.58 NM ടോർക്ക് 5250 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് തൊട്ട് മുന്നത്തെ മോഡലിൽ ഇതേ ടോർക്ക് തന്നെ 5500 RPM വേണം പ്രൊഡ്യൂസ് ചെയ്യാൻ. അതായത് ഈ മോഡൽ കൈ കൊടുക്കുമ്പോൾ തന്നെ ടോർക്ക് കിട്ടും. തൊട്ട് മുന്നത്തെ മോഡൽ കൈ കൊടുത്താൽ ഒരു ലാഗുണ്ട്. 5500 RPM എത്തിയിട്ട് വേണം ആ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ. പവറിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ഈ മോഡലിന് 9.7 kN പവറാണ് കിട്ടുന്നത്, 7500 RPM. പക്ഷെ ഇതിന് തൊട്ട് മുന്നത്തെ മോഡലിന് 9.9 kN പവർ സെയിം RPM തന്നെ കിട്ടുന്നുണ്ട്. അതായത് കയറ്റം കയറാനുള്ള പവർ അല്ലെങ്കിൽ ലോഡ് വെക്കാനുള്ള പവർ തൊട്ട് മുന്നത്തെ വണ്ടിക്കാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് ഞാൻ ഓടിച്ചു നോക്കിയിട്ട് കയറ്റം കയറാനോ ലോഡ് വെക്കാനോ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. വെച്ചാൽ ടോർക്ക് കൂടുതലായതുകൊണ്ട് മൊമെന്റും സഡൻ പവറും കിട്ടുന്നുണ്ട്. കയറ്റം സ്മൂത്തായി തന്നെ കയറുന്നുണ്ട്. എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ, കോറ്, സ്ട്രോക്ക് ഡയമെൻഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഒന്നും മാറ്റമില്ല. വണ്ടിയുടെ ടോർക്കും പവറും വ്യത്യാസപ്പെടുത്തി. അത് IC ചിപ്പ് ട്യൂണിംഗ് മാറ്റിയാണ് വ്യത്യാസപ്പെടുത്തി. അനലോഗ് മീറ്റർ മാറി ഡിജിറ്റലായി എന്നുള്ളതാണ് മറ്റൊരു ചേഞ്ച്. ഗിയർ പൊസിഷൻ, RPM, ഫ്യൂവല്, ടോട്ടൽ കിലോമീറ്റർ, ആവറേജ് സ്പീഡ്. ഇതിൽ എനിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുമ്പോൾ 49 കിലോമീറ്ററാണ് കിട്ടിയത്. 48.9. ഇതെങ്ങനെ കിട്ടിയത് എന്ന് വെച്ചാൽ ഈ ടോട്ടൽ കിലോമീറ്റർ 202 ഡിവൈഡ് ബൈ ലിറ്റർ ഫ്യൂവൽ കൺസപ്ഷൻ 4.1. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 49 കിട്ടും. അതാണ് ഈ കിട്ടുന്ന കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ്. ഇത് ഏകദേശം ആക്യുറേറ്റ് ആയിരിക്കും. പിന്നെ വരുന്നത് ബാറ്ററി വോൾട്ടേജ് 12.7, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, ടൈം തുടങ്ങിയവയാണ്. ഇതിൽ സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി റൺ ആവുകയില്ല. മറ്റൊരു ചേഞ്ച് ബ്രേക്കിങ്ങിലാണ്. എൻഡുറൻസ് എന്ന് പറയുന്ന കമ്പനിയുടേതാണ് പുതിയ ABS. ബ്രേക്കിംഗ് അടിപൊളി തന്നെയാണ്. കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. LED ലൈറ്റാണ് മറ്റൊരു ചേഞ്ച്. കാണാൻ നല്ല രസമുണ്ട്. സ്വിച്ച് വരുന്നത് ക്ലച്ച് ലിവറിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ സൈഡിലായിട്ടാണ്. പാസ് ലൈറ്റും അവിടെ തന്നെയാണ് വരുന്നത്. LED ഹെഡ്ലൈറ്റിന് നല്ല വിസിബിലിറ്റി ഉണ്ട്. പ്രീവിയസ് മോഡലിന് ഹാലജൻ ബൾബ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വിസിബിലിറ്റി കുറവായിരുന്നു. ഈ ബൈക്കിൻ്റെ ഡിം ലൈറ്റ് കുറച്ച് ഉയർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എതിരെ വരുന്ന വണ്ടി ഒന്നും ഡിം അടിച്ച് കയറുന്നില്ല. ഹെഡ്ലൈറ്റിൻ്റെ താഴെയുള്ള നെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഈ ലൈറ്റിൻ്റെ പ്രൊജക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. തൊട്ട് മുന്നത്തെ മോഡലായ OBD2 ടെസ്റ്റ് ഡ്രൈവ് അടിച്ചപ്പോൾ എനിക്കൊരു 100cc ബൈക്ക് പോലെയാണ് തോന്നിയത്. പവർ കുറവാണ്. ഓവർടേക്ക് ചെയ്യാൻ കൈ കൊടുത്താൽ മടിയൻ മല ചുമക്കുന്ന അവസ്ഥയാണ്. ഈ മോഡലിൽ ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. വൈബ്രേഷനും കാര്യങ്ങളും ഇല്ല, സ്മൂത്താണ്. കഴിഞ്ഞ മോഡലിലും അത് തന്നെ, വൈബ്രേഷൻ ഇല്ല, സ്മൂത്താണ്. ഷോക്ക് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. സെക്കൻഡ് ആണ് സ്റ്റോക്ക് കണ്ടീഷൻ. തേർഡ് ഇട്ടാൽ അത് സോഫ്റ്റ് ആവും. കംഫർട്ട്, ലോ മെയിൻ്റനൻസ്, ലോങ് ആൻഡ് ഷോർട്ട് റൈഡ്, മൈലേജ്, ഓഫ് റോഡ് കേപ്പബിലിറ്റി, റിലയബിൾ എൻജിൻ തുടങ്ങിയവയൊക്കെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. സർവീസ് ഓരോ 6000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 മാസം കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്.
മറ്റൊരു വീഡിയോയുമായി നമുക്കിനിയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ബെൽ ബട്ടൺ.